Listen both good and bad. Watch good and bad. Discuss good and bad. Think about good and bad. Take only good. നല്ലതും ചീത്തയും കേൾക്കുക, നല്ലതും ചീത്തയും കാണുക, നല്ലതും ചീത്തയും ചർച്ച ചെയ്യുക, നല്ലതും ചീത്തയും ചിന്തിക്കുക, നല്ലത് മാത്രം എടുക്കുക. അതാണ് ജീവിതം. എക്സ്പീരിയൻസ് ഓഫ് ലിവിങ്. സമൂഹത്തിനകത്ത് വേദനിക്കുന്നവരുണ്ട്. എന്നെങ്കിലും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ മുമ്പിൽ പോയി നിൽക്കാം. എൻ്റെ 2 മക്കളെയും ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ കൈകെട്ടി വെറുതെ നിൽക്കുകയുള്ളൂ. നമുക്ക് കാണാം, മോർച്ചറിക്കകത്ത് നിന്ന് ഡെഡ് ബോഡി എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരാൾ സഹായിക്കാനില്ല. ഒറ്റയ്ക്ക് അച്ഛൻ്റെ ഡെഡ് ബോഡി, അമ്മയുടെ ഡെഡ് ബോഡി, ഒരാൾ സഹായിക്കാനില്ല. പുറത്ത് വന്ന ആംബുലൻസിലെ ഡ്രൈവറോട് ബാർഗെയിൻ ചെയ്യുന്നവർ. അച്ഛനെയും ഡെഡ് ബോഡി, അമ്മയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പൈസ ഇല്ല പൈസ. ഡ്രൈവറോട് പറയും കയ്യിൽ പൈസ ഇല്ല. അയാൾ പറയും, ഹൃദയത്തോടു കൂടിയാണ് പറയുന്നത്, ഹൃദയം ഇല്ലാതെയൊന്നുമല്ല. നിങ്ങൾക്കറിയോ ഒരു ദിവസം മുഴുവൻ ഇവിടെ കിടന്നാൽ ഒരു ശവ കിട്ടുന്നതിന്? വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി? ഒരു ദിവസം മുഴുവനും ആംബുലൻസ് ഇവിടെ കിടന്നാൽ ഒരു ശവമാണ് കിട്ടുന്നത്. അരോഗന്റ് വാക്കല്ല, അയാളുടെ ജീവിതത്തിൻ്റെ വഴിയതാ. അതുകൊണ്ട് 750 രൂപ വേണം. എവിടേക്കാണെങ്കിലും 750 രൂപ വേണം. അതൊരു 2-3 കേട്ടാൽ നിങ്ങൾ തളർന്നവിടെ വീഴും. സത്യമതാ. ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കാൻ അവിടെ കൈക്കൂലി കൊടുക്കണം. ഓരോരുത്തർക്ക് 50-100 രൂപ. അല്ലെങ്കിൽ താഴെ ഇടും അവര്. അശ്രദ്ധയായിട്ട് എടുത്ത് വീഴും. അയ്യോ എന്നെങ്ങാനും ആ അച്ഛൻ്റെ മകൻ പറഞ്ഞാൽ എന്താ തനിക്ക് വേദനിച്ചോ ചോദിക്കുമല്ലോ. അച്ഛനാ വീഴുന്നതേ, ഡെഡ് ബോഡിയാണെന്ന് മാത്രമേ ഉള്ളൂ. ജീവിത യാഥാർത്ഥ്യം. നിങ്ങൾക്ക് പറ്റുന്ന നന്മകൾ നിങ്ങൾ ചെയ്യുക. ഇതെല്ലാം ലോകത്തിലുണ്ട്. ഇതൊക്കെ പറയാനല്ല ഗോപാലകൃഷ്ണൻ ഇവിടെ വന്നത്. ഇതുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒന്ന് ഓർമ്മിപ്പിക്കല. എന്തിനറിയോ? നമ്മുടെ ജീവിതം ഹൗ ലോങ് യു ആർ ലിവിങ് എന്നൊരു ചോദ്യം ഞാൻ തുടക്കത്തിൽ ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം ഹൗ യു ആർ ലിവിങ് എന്നൊരു ചോദ്യം ചോദിച്ചു. ആ ഹൗ യു ആർ ലിവിങ് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു, യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ലൈഫ് ആവണമെന്ന് പറഞ്ഞു. അതിലെ യൂസ്ഫുൾ എന്ന വാക്കിനാണ് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നത്. യൂസ്ഫുൾ ഫോർ യുവർ മൈൻഡ്, യൂസ്ഫുൾ ഫോർ യുവർ ബോഡി, യൂസ്ഫുൾ ഫോർ യുവർ ഫാമിലി, യൂസ്ഫുൾ ഫോർ ദിസ് കൾച്ചർ, യൂസ്ഫുൾ ഫോർ ദ സൊസൈറ്റി. ആ സൊസൈറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. യൂസ്ഫുൾ ഫോർ ദ നേഷൻ. ഈ രാഷ്ട്രത്തിന് വേണ്ടി കൂടി നിങ്ങൾ ജീവിക്കണം. നിങ്ങൾക്കറിയോ, ചൈനയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ലീഡർ ഉണ്ട്. അയാൾ സാധാരണഗതിയിൽ ആരെ കാണാറില്ല. കൂടി വന്നാൽ ചൈനീസ് പ്രീമിയർ കാണും, ചൈനീസ് പ്രസിഡന്റ് കാണും, ചൈനീസ് പ്രൈം മിനിസ്റ്റർ കാണും. ഒരിക്കലും ഒരാളെയും കാണാത്ത ഒരാളുണ്ട്. വാട്സപ്പിൽ ചിലപ്പോൾ മെസ്സേജ് ഉണ്ടാവും നിങ്ങൾക്ക്. ഇന്നത്തെ മാതൃഭൂമിയിലുണ്ടാവും, ഇന്നത്തെ മാതൃഭൂമി പേപ്പറിൽ. ഇവിടെ NSA നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ചൈനയിലേക്ക് പോകുന്നതിന് മുമ്പ് ചൈനക്കാർ പറഞ്ഞു, സിക്കിമിലെ ബോർഡറിൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഡിസ്കഷൻ വേണ്ട. ആ അജിത് ഡോവൽ പോയി ചൈനയിലെ അവസാനത്തെ ടോപ്പ് മോസ്റ്റ് വ്യക്തിയെ കണ്ട് സംസാരിച്ച്, നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം, the ice is melting between China and India. The ice is melting ആണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. 1 മണിക്കൂറേ ഹിന്ദുസ്ഥാൻ ടൈംസ്, ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ന്യൂസ് പേപ്പറിൽ പോയി നോക്കുക, വെറുതെ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് കാണാം. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെന്ന് ചൈനയിൽ ചെന്ന് ജീവൻ പോലും സെക്യൂരിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന്, ഞാൻ പോയിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഒരു 15 ദിവസം ചൈനയിലേക്ക്. അത്ഭുതമായിട്ട് ഞാൻ പലതും കണ്ടു. എന്നെങ്കിലും ഒരു ദിവസം വിവരിക്കാം. ഈ മനുഷ്യൻ പോയിട്ട് ഐസ് മെൽറ്റ് ചെയ്യിച്ച് സോൾവ് ചെയ്തിട്ടാണ്, അറ്റ്ലീസ്റ്റ് സൊല്യൂഷൻ കണ്ടുവച്ചിട്ടാണ്. അത്രയൊന്നും ആവാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഈ രാഷ്ട്രത്തിൻ്റെ പുത്രനായി, പുത്രിയായി, ആര് ഭരിക്കട്ടെ ആര് ഭരിക്കാതിരിക്കട്ടെ അതൊക്കെ സെക്കൻഡറി. നമ്മുടെ നാട് ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദ വിഗരീയസി.
വിഭീഷണനെ നോക്കി ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ വരിയാണത്. അല്ലയോ ലക്ഷ്മണ, വിഭീഷണന് ശ്രീലങ്ക, അതുപോലെ അമ്മ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദ വിഗരീയസി, സ്വർഗത്തേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ലങ്ക നമ്മുടെ രാജ്യത്തോട് ചേർക്കണ്ട, അത് വിഭീഷണന് വിട്ടുകൊടുത്തേക്കാം. 6 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. യൂസ്ഫുൾ നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ സംസ്കാരത്തിന്, നിങ്ങളുടെ സമൂഹത്തിന്, നിങ്ങളുടെ രാഷ്ട്രത്തിന്. നിങ്ങളുടെ എന്നുള്ളത് നമ്മളുടെ ആക്കി മാറ്റാം. മൈൻഡ്, ബോഡി, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, നേഷൻ, 6 എണ്ണത്തിന് സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് ബെനിഫിറ്റ് കിട്ടുന്ന നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ദാറ്റ് ഈസ് കോൾഡ് യു വിൽ ബിക്കം എ ഗുഡ് മാൻ, ഗുഡ് വുമൺ ഇൻ ദ വേൾഡ്. നന്മ നിറഞ്ഞൊരു മനുഷ്യനായി തീരാൻ സാധിക്കും. 2ാമത്തെ വാക്ക് പർപ്പസ്ഫുൾ ലൈഫ്. ഒരു ലക്ഷ്യം ഉണ്ടാവണം ജീവിതത്തിൽ. ഒരു ഇംഗ്ലീഷ് വരി ഞാൻ പറയാം, സ്കൂളിലെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഇഫ് യു ഡു നോട്ട് നോ വെയർ ടു ഗോ, all the roads will be taking you to that point. If you do not know where to go, all the roads will be taking you to that point. നല്ലോണം ആലോചിച്ചാലേ അർത്ഥം മനസ്സിലാവും, അല്ലെങ്കിൽ അർത്ഥം മനസ്സിലാവില്ല. എവിടേക്കാ പോകേണ്ടത് എന്നറിഞ്ഞുകൂടാ എങ്കിൽ എല്ലാ റോഡും നിങ്ങളെ അവിടേക്ക് എത്തിക്കും. എവിടേക്ക്? ലക്ഷ്യമൊന്നുമില്ലല്ലോ, എവിടെ എത്തിയോ അവിടേക്ക്. അതുപോരാ, ഒരു ലക്ഷ്യം ഉണ്ടാവണം. 189 രൂപ മുടക്കി ഉണ്ടാക്കിയ ഒരു ഉപകരണം ഉപയോഗിച്ച് ഡോക്ടർ C.V. രാമന് നോബൽ സമ്മാനം കിട്ടുമെങ്കിൽ 13 കുട്ടികളുള്ളൊരു മുക്കുവ കുടുംബത്തിൽ ജനിച്ച അബ്ദുൽ കലാമിനെ ലോകമറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനും ഇന്ത്യൻ പ്രസിഡന്റുമാകാമെങ്കിൽ കെനിയയിലെ ഒരു കുക്കിൻ്റെ ഗ്രാൻഡ് സൺ ഓഫ് എ കെനിയൻ കുക്ക് വൈറ്റ് ഹൗസിലെ ആദ്യത്തെ ബ്ലാക്ക് പ്രസിഡന്റ് ആവാമെങ്കിൽ അമേരിക്കയിൽ, അതേപോലെ തന്നെ ഒരു ചായക്കടക്കാരന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാമെങ്കിൽ ഉറപ്പ് അതിനേക്കാൾ എത്രയോ ഉയരത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കും. അറിഞ്ഞുകൊണ്ടൊരു വരി കൂടി പറഞ്ഞ് ഞാൻ വിഷയം മാറ്റിയേക്കാം. എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലിൽ 13 വർഷമായിട്ടുള്ള സപ്ലയറായി പ്രവർത്തിച്ച ഗോപാലകൃഷ്ണന് നിങ്ങളുടെ മുമ്പിൽ പ്രഭാഷണം നടത്താൻ നിൽക്കാമെങ്കിൽ, 2ാം ക്ലാസ് പോലും പഠിക്കാത്ത അച്ഛനോ സ്കൂള് കാണാത്ത അമ്മയുടെ മകന് സാധിക്കുമെങ്കിൽ ഗോപാലകൃഷ്ണൻ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, നിങ്ങളെ തളർത്താൻ ഈ ലോകത്തിൽ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും സാധിക്കില്ല. നിങ്ങളെ തളർത്താൻ നിങ്ങൾക്കല്ലാതെ ലോകത്തിലെ വേറെ ആർക്കും സാധിക്കില്ല. മനസ്സിൽ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും ഉണ്ടാവണം. എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും നേരത്തെ പറഞ്ഞൊരു വരി കൂടി ഓർമ്മിക്കണം. കുറേ ദിവസമായി അകത്ത് കിടക്കുന്ന ഒരാളുണ്ട്, 840 കോടി രൂപയുടെ പ്രോപ്പർട്ടി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. അതുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇന്നലെ പറഞ്ഞതും ഇന്നലെ ചെയ്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാവരുത്. ഇന്ന് പറഞ്ഞതും ഇന്ന് ചെയ്തതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ പോകണം. അറിഞ്ഞുകൊണ്ടൊരു വരി കൂടി തെറ്റാണെങ്കിൽ ഉടനെ പിൻവലിക്കുന്നു. ഇത്രയെല്ലാം നടന്നിട്ടും ചിരിക്കേണ്ടിയും കരയേണ്ടിയും വരാത്ത 2 പേരുകളുണ്ടെന്ന് തോന്നുന്നു. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും. ഞാനത് അവിടെ വെച്ച് നിർത്തി തിരിച്ചു വരാം. അവരിതിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും പറയുന്നു, ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നെക്കാൾ ബെറ്ററായിട്ട് അറിയാം. ഓർമ്മിക്കാം, ജീവിതത്തിൽ വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല.
ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോവുക, ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോവുക. നിങ്ങൾക്കറിയാം 1982 നവംബർ മാസത്തില്, 82 നവംബർ മാസത്തില് $1800 ന്യൂസ് പേപ്പർ വിറ്റ് കിട്ടിയ പൈസ ഒരാളെ ഏൽപ്പിച്ച് ആ വാങ്ങിച്ച വ്യക്തി പറഞ്ഞത് $1800 പോരാ, $2000 വേണം. ആ $2000 തികയ്ക്കാൻ ഇനി $200 ആവശ്യം വന്നപ്പോൾ ഈ വ്യക്തി $200 തുല്യമായ വർക്ക് മറ്റേ ആൾക്ക് ചെയ്തു കൊടുത്തിട്ട് അയാളൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി ഇയാൾക്ക് കൊടുത്ത് ആ കമ്പ്യൂട്ടറിൽ പഠിച്ചാണ് മൈക്കേൽ ഡെൽ എന്ന ഡെൽ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവ്, ന്യൂസ് പേപ്പർ ബോയ്. ഇന്ന് ഡെൽ കമ്പ്യൂട്ടർ എന്ന സാമ്രാജ്യം 4.5 ലക്ഷം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഡെൽ കമ്പ്യൂട്ടറിന്റെ ഉപജ്ഞാതാവായത് ഒരു യൂണിവേഴ്സിറ്റി ഡ്രോപ്പ് ഔട്ടാണ് സ്റ്റീവ് ജോബ്സ്. അദ്ദേഹത്തിന്റെ ആപ്പിൾ നിങ്ങൾക്കറിയാം. തമാശയെങ്കിലും അമേരിക്കയിലെ ചിലർ പറയാറുണ്ട്, അത്രേ ലോകത്തെ മാറ്റിമറിച്ച 3 ആപ്പിള്. 1 ആദം തിന്ന ആപ്പിള്, 2 സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിള്, 3 ആപ്പിൾ കമ്പ്യൂട്ടർ. നമുക്കും ചിലതൊക്കെ പറ്റും, നമുക്കും എവിടെ വേണമെങ്കിലും എത്താൻ പറ്റും, ഉറപ്പ്. പക്ഷേ മനസ്സിൽ ഇച്ഛാശക്തിയും നേരത്തെ പറഞ്ഞ മാതിരി തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവത്തിൽ ക്രിയാശക്തിയും ഉണ്ടെങ്കിൽ ഏത് ചായക്കടക്കാരനും പ്രധാനമന്ത്രിയാകാം, ഏത് വ്യക്തിക്കുമാകാം. നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കിയ രാജ്യമാണ് ഭാരതം. 2 പക്ഷികളിൽ ഒരെണ്ണത്തിന് അമ്പേറ്റ് അത് പെടഞ്ഞ് താഴെ വീണ് ചത്തുപോകുന്ന സീനാണ് 24,000 ശ്ലോകങ്ങളുള്ള രാമായണം ഉണ്ടാവാൻ കാരണം. ആ പക്ഷി ചത്തില്ലായിരുന്നെങ്കിൽ രാമായണമില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനൻ തളർന്നു വീണതുകൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടായത്. ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം MBA എടുത്തപ്പോൾ IIT ബോംബെ ക്യാമ്പസിലായിരുന്നു കോൺടാക്ട് ക്ലാസ്. എൻ്റെ മെൻറ്റർ ആയിരുന്ന ഡോക്ടർ YLN മൂർത്തി ഭഗവത്ഗീതയിൽ ഹാർവാർഡിൽ നിന്ന് PhD എടുത്ത ആളായിരുന്നു, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അദ്ദേഹം ക്ലാസ് എടുത്തപ്പോൾ ഞാൻ തിരിച്ചു മൂന്ന് എനിക്ക് ഭഗവത്ഗീത മിക്കവാറും ബൈഹാർട്ടാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ജനം TV-യിൽ 6:50 മുതൽ 7 വരെ ഞാൻ ഭഗവത്ഗീത വിവരിക്കാറുണ്ട്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട്, ഇനിയും 2 കൊല്ലം പോകും. ഇപ്പോൾ ഭഗവത്ഗീത ഉണ്ടായത് അർജുനൻ തളർന്നതുകൊണ്ടാണ്. മഹാഭാരതം എന്ന ഗ്രന്ഥം ഉണ്ടായത് ശകുനി കള്ളച്ചൂത് കളിച്ചുകൊണ്ടാണ്. നമ്മുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഇത്രയും കൂടിയത് ടെററിസ്റ്റ് താജ് ഹോട്ടൽ ആക്രമിച്ചത് കൊണ്ടാണ്. ചൈനയും ഇന്ത്യയും ഭാരതത്തിന് ഭീഷണി എന്ന നെഗറ്റീവ് തന്നതുകൊണ്ടാണ് ഭാരതം ഇന്ന് പവർഫുൾ രാജ്യമായി മാറുന്നത്. 2022 1 among the top പവർഫുൾ നേഷൻ ഇൻ ദ വേൾഡ് ആവാൻ സാധിക്കുന്നത് ഈ നെഗറ്റീവ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ 3 തരം ആൾക്കാരുള്ളതിൽ 3ാമത്തെ തരമാവുക. 1 those who are discussing about the negatives, 2 those who are solving the negatives, 3 those who are converting the negatives into positive. 3 തരത്തിലുള്ള ആൾക്കാരാണ് ലോകത്തിലുള്ളത്. Those who are discussing about the negatives, those who are solving the negatives, and those who are converting the negatives into positive. അതിൽ 3ാമത്തെ വിഭാഗമാവുക. നിങ്ങൾക്കതിന് സാധിക്കും. എന്നോട് ഡോക്ടർ കൃഷ്ണകുമാർജി വരുമ്പോൾ പറഞ്ഞിരുന്നു 450 സ്റ്റുഡൻസ് ഉണ്ടാവും. 450 എന്ന് പറഞ്ഞപ്പോഴും
ഈ ഹാളിൻ്റെ 2/3 ഭാഗവും ക്രോസ് ചെയ്യുന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അവിടം വരെ ഉണ്ടാവുന്ന ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ അകത്തേക്ക് കയറിയപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി, ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ മിനിമം 1 ഡസൻ വിദ്യാർത്ഥികളെങ്കിലും കോട്ടുവായ വിടും. 1 ഡസൻ വിദ്യാർത്ഥികളെങ്കിലും വാച്ച് നോക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ നോക്കെത്താവുന്ന ദൂരത്തിനിപ്പുറത്തിരിക്കുന്നവർ ആരും ഇതുവരെ കോട്ടുവായ വിട്ടിട്ടില്ല, ആരും വാച്ച് നോക്കിയിട്ടില്ല. അതൊരു ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നതുകൊണ്ടല്ല, മറിച്ച് ഈ വിഷയം നിങ്ങളുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ്. എൻ്റെ കപ്പാസിറ്റി അല്ല, നിങ്ങളുടെ കപ്പാസിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞൊരു വരി, നെഗറ്റീവുകളെ പോസിറ്റീവുകളാക്കുന്ന ലിസ്റ്റിലേക്ക് നിങ്ങൾ ചെന്ന് ചേരണം. ലോകത്തിൽ ആർക്കും നിങ്ങളെ തടയാൻ സാധിക്കില്ല, ആർക്കും തടയാൻ സാധിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, ജീവിതത്തിൽ സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും വരവും പോക്കും, നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും എല്ലാം ഉണ്ട്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം അനുഭവിച്ചുകൊണ്ട് പോവുക. ആൾമോസ്റ്റ് എല്ലാ വർഷവും ഞാൻ ആൻഡമാനിൽ പോകാറുണ്ട്. ആൾമോസ്റ്റ് എല്ലാ വർഷവും. അത് ഗവൺമെൻറ് ജോലി ആയത് കാരണം അവിടുത്തെ ഗവർണർ ജനറൽ തന്നെ എനിക്ക് കാലാപാനിയിലെ സെല്ലുലാർ ജയിൽ കാണാൻ പെർമിഷൻ തരാറുണ്ട്. സെക്യൂരിറ്റി എനിക്കുണ്ട് അവിടെ പോകുമ്പോൾ. ആ സെല്ലുലാർ ജയിലിൽ കിടന്ന് നരകിച്ചു മരിച്ചവരുടെ സർവ്വതും ഇപ്പോഴും അവിടെ ഉണ്ട്, സർവ്വതും ഉണ്ട്. ആ കഴുമരത്തിലെ കയറ് പോലും മാറ്റിയിട്ടില്ല, അത് അതേപോലെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് മരിച്ചവർ 30, 31, 32, 35 വയസ്സായവരാണ് അവിടെ മരിച്ചത്. ആയിരക്കണക്കിന് വ്യക്തികൾ മരിച്ചതല്ല, കൊന്നത്. അതുപോലെ സ്വതന്ത്ര ഇന്ത്യയിൽ നമുക്ക് മരിക്കേണ്ടി വരില്ല. കൂടി വന്നു കഴിഞ്ഞാൽ 10 ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. തറക്കേടില്ലാത്ത ഫുഡ് അകത്തും പുറത്തും ഒരേപോലെ കിട്ടും. അതുകൊണ്ട് അത്രയും അധികമൊന്നും ജീവിതത്തിൽ ഭയപ്പെടരുത്. ചങ്കൂറ്റത്തോടു കൂടി ജീവിക്കാം. കുറേയൊക്കെ റിസൾട്ടും റിവാർഡും ഉണ്ടാവും, കുറേയൊക്കെ റിസൾട്ടും പണിഷ്മെൻറ്റും ഉണ്ടാവും. പക്ഷെ ഒന്നുറപ്പ്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ, സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാം. പർപ്പസ്ഫുൾ ലൈഫ്. ഒരു മുക്കുവ കുടിലുള്ള ആൾക്ക് പ്രസിഡന്റ് ആവാമെങ്കിൽ, കെനിയയിലെ പാചകക്കാരൻ്റെ മകൻ്റെ മകൻ അമേരിക്കൻ പ്രസിഡന്റ് ആകാമെങ്കിൽ, 189 രൂപ കൊടുത്തുള്ള എക്യുപ്മെൻറ്റിൽ നോബൽ സമ്മാനം വാങ്ങിക്കാമെങ്കിൽ, നമുക്കും ഈ ലോകത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, ധാരാളം കാര്യങ്ങൾ. അതാണ് പർപ്പസ്ഫുൾ ലൈഫ്. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജന്മം വേസ്റ്റായി എന്ന് നിങ്ങൾക്ക് തോന്നരുത്. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജന്മം വേസ്റ്റായി എന്ന് തോന്നരുത്. ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാം. ഇപ്പം അങ്ങനെ പ്രവർത്തിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്, യജ്ഞാർത്ഥ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മകൗന്ദേയാമുക്തസംഗസമാചര. സമർപ്പണ ഭാവത്തിൽ പ്രവർത്തിക്കാം. അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ. അപ്പൊ ജീവിതത്തിൽ ദുഃഖവും വിഷമവും ഉണ്ടാവില്ല. You are ready to give without expecting anything. If you get it, okay, take it. If you don't get it, don't worry about it. Live such a life. സാധിക്കുമെങ്കിൽ ആത്മീയതയൊന്നുമല്ല ഞാൻ പറയുന്നത്. അൾട്രാ മോഡേൺ സ്റ്റുഡൻസിനാണ് സംസാരിക്കുന്നത്. നല്ല ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അൾട്രാ മോഡേൺ സ്റ്റുഡൻസിനോടാണ് സംസാരിക്കുന്നതെന്ന നല്ല ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. യജ്ഞഭാവത്തിൽ പ്രവർത്തിക്കുക. ചിരിച്ചുകൊണ്ട് ജീവിക്കുക. ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റണം. അങ്ങനെ പറ്റിയേ മതിയാവും. ചീഞ്ഞ തണ്ണീർമത്തൻ മാതിരി മുഖം വെച്ചോണ്ട് ജീവിക്കല്ലേ. എന്തായാലും നിങ്ങൾ ചത്തുപോകുന്നുള്ള ഉറപ്പാണ്. ഈ കേരളത്തിലൊരു വലിയ പ്രത്യേകതയുണ്ട്. നെൽസൺ മണ്ടേല മരിച്ചപ്പോൾ ഞാൻ ലിബിയയിലാണ്, ആഫ്രിക്കയിലെ. 4 പേപ്പറുണ്ട്. 4 പേപ്പറാണ് ലിബിയയിലുള്ളത്, ഇംഗ്ലീഷ്. 4നെയും ടൈറ്റിൽ ഒന്നാണ്.
എന്തായിരുന്നു പേപ്പർ? ഗുഡ് ബൈ മണ്ടേല, വി വിൽ മീറ്റ് ലേറ്റർ. നെൽസൺ മണ്ടേല മരിച്ച ദിവസത്തെ പേപ്പറിൽ 4 പേപ്പറിൽ ഒരു ടൈറ്റില്, ഗുഡ് ബൈ മണ്ടേല, വി വിൽ മീറ്റ് ലേറ്റർ. അവിടെ മരണം നമ്മളെപ്പോലെ വലിയ പ്രശ്നമുള്ളതല്ല, ഇപ്പം ഇവിടെയും വലിയ പ്രശ്നമുള്ളതല്ല. അപ്പോൾ ഓർമ്മിക്കുക, അവിടെ മരണം ഒരു ജീവിതത്തിലെ സിമ്പിൾ പാർട്ടാണ്, ഒരു ബോധയുടെ അല്ല. ഈ കേരളത്തിലൊരു പ്രത്യേകതയുണ്ട്, 10-14 വാക്കുകളുണ്ട് മരണത്തിന്. നിങ്ങൾക്കറിയോ അത്? ആര് മരിച്ചാലും മരിച്ചു എന്ന് പറയില്ല. മലയാളത്തിൽ വ്യത്യസ്ത വാക്കുകളാണ്. തിരുവിതാംകൂർ രാജാവ് മരിച്ചാൽ എന്താ പറയുക? ഉത്രാടം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ബാലരാമവർമ്മ, നാട് നീങ്ങി എന്നാ പറയാം. നാട് നീങ്ങി എന്നാ പറയാം. സാമൂതിരിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മരിച്ചാൽ തീപ്പെട്ടു എന്നാ പറയാം. തീപ്പെട്ടു എന്നാ പറയാം. പള്ളിയിലച്ഛൻ ആരെങ്കിലും മരിച്ചാൽ കാലം ചെയ്തു എന്നാ പറയാം. അവതാരമായിട്ട് ആരെങ്കിലും ജനിച്ചാൽ സ്വർഗാരോഹണം ചെയ്തു എന്നാ പറയാം. വളരെ വലിയവനാണെങ്കിൽ, അങ്ങനെയുള്ളവരൊന്നും ഇപ്പം ഇവിടെ ഇല്ല ഈശ്വരാനുഗ്രഹം കൊണ്ട്, ദിവംഗതനായി എന്നാ പറയാം. കുറച്ചുകൂടി താഴെയാണെങ്കിൽ യശശരീരനായി എന്നാ പറയാം. കുറച്ചുകൂടി താഴെയാണെങ്കിൽ സന്യാസിയാണെങ്കിൽ സമാധിയായി എന്നാ പറയാം. കുറച്ചുകൂടി താഴെയാണെങ്കിൽ ഇഹലോകവാസം പിടിച്ചു എന്നാ പറയാം. കുറച്ചുകൂടി താഴെയാണെങ്കിൽ മരിച്ചു എന്നാ പറയാം. ഒരു പ്രയോജനം ഇല്ലാത്തവനാണെങ്കിൽ അതിൻ്റെ സ്വാതന്ത്ര്യം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഒരു പ്രയോജനം ഇല്ലാത്തവനാണെങ്കിൽ ചത്തു എന്നാ പറയാം, അല്ലെങ്കിൽ ചത്തു പോയി എന്നാ പറയാം. ആ വാക്ക് എങ്ങനെ ഉണ്ടായറിയോ? സത്ത പോയി. ഇതിനകത്തുള്ള ജീവനാണ് സത്ത. സത്ത, ആ സത്ത പോയി എന്നുള്ള തമിഴിലാക്കിയപ്പോൾ ചത്തുപോയി എന്നായി. ഇതിലേത് കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അറിയാൻ എനിക്ക് ആഗ്രഹവും ഇല്ല. പക്ഷെ ഏത് കാറ്റഗറിയിലാണ് പെടേണ്ടത് എന്ന് അവസാനം തീരുമാനിച്ചാൽ പോരാ, നേരത്തെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ധന്യമായിട്ട് ജീവിക്കാം, പർപ്പസ്ഫുൾ ലൈഫ്. അതുപോലെ ഫ്രൂട്ട്ഫുൾ ലൈഫ്. മുമ്പോട്ടെടുത്ത് വെച്ച കാലം ആ പ്രവൃത്തി പൂർത്തീകരിക്കാതെ തിരിച്ചു വരരുത്. യുവർ ഡെസ്റ്റിനി, യുവർ ഡിസിഷൻ, when you are marching forward, see that you are achieving the goal. ആ ഗോൾ നേടിയതിനു ശേഷമേ തിരിച്ചു വരാം, അല്ലാതെ തിരിച്ചു വരരുത്. അതാണ് ജീവിതം. ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാക്കാൻ ചിലർക്ക് സാധിക്കും. അടിമുടി മാറ്റം ഉണ്ടാക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ചിലർക്ക് സാധിക്കും. ഇറങ്ങി പുറപ്പെടുമ്പോൾ ചിലപ്പോൾ ചിലർ അവഹേളിക്കും, പിന്നെ എതിർക്കും, പിന്നെ അനുകൂലിക്കും. 3 കാര്യം. ഫസ്റ്റ് they will insult you, second they will oppose you, third they will follow you. ആദ്യം അവഹേളിക്കും, പിന്നെ എതിർക്കും, പിന്നെ കൂടെ വരും. അതാണ് ഭാരതം, അതാണ് ലോകം. ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോവുക. ധന്യമായി ഉജ്ജ്വലമായിട്ട് ഒരു ജന്മം ഉപയോഗിക്കണം. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ലൈഫ്. അർത്ഥവത്തായ ഒരു ജന്മം, അർത്ഥവത്തായ ഒരു ജന്മം. പുറത്തൊന്ന് അകത്തൊന്ന് ആവരുത്. വാട്ട് യു ടെൽ ദാറ്റ് യു ഡു, വാട്ട് യു ഡിഡ് ദാറ്റ് യു ടെൽ. എന്ത് പറഞ്ഞോ അത് ചെയ്യുക, എന്ത് ചെയ്തോ അത് പറയുക. should not have a hidden agenda at all. ഒരു ദുരുദ്ദേശത്തോടു കൂടി ജീവിതത്തെ അഭിമുഖീകരിക്കരുത്. Be transparent inside and outside as far as mind is concerned. ട്രാൻസ്പെറൻ്റ് ആവുക. നല്ലൊരു ജന്മം ജഗദീശ്വരൻ തന്നു. നല്ലൊരു കോളേജിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടി. അതുകൊണ്ട് 2 വാക്കുകൾ ഓർമ്മിക്കാം: എഫർട്ട് ആൻഡ് റിസൾട്ട്. എന്ത് എഫർട്ട് നിങ്ങൾ എടുത്തോ അതിൻ്റെ റിസൾട്ടും കൊണ്ടേ വരാം. എന്ത് എഫർട്ട് നിങ്ങൾ എടുത്തോ അതിൻ്റെ റിസൾട്ടും കൊണ്ടേ വരാം. എഫർട്ട് ആൻഡ് റിസൾട്ട് എന്ന 2 വാക്ക്
എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് എന്ന രണ്ട് വാക്ക്. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താൽ പോരാ, എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്താൽ പോരാ, എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം. അതേപോലെ രണ്ട് വാക്ക്, ബീയിങ് ഡിഫറെൻറ്റ്. മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരാകണം. യു ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. യു ഷുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. ദെൻ ഓൺലി ദ പീപ്പിൾ വിൽ ബി റിമെമ്പറിങ് യു. നിങ്ങളെ ലോകം അറിയണം, ലോകം നിങ്ങളെ ഓർമ്മിക്കണം. അത് രണ്ട് രീതിയിൽ സാധിക്കും. ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ പെട്ടിട്ടും സാധിക്കും, അതല്ലാതെയും സാധിക്കും. ലോകം നിങ്ങളെ അറിയപ്പെടുന്ന ജനമായി മാറണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നുള്ളതിന് തെളിവ് വെച്ചിട്ടേ തിരിച്ചു പോകാം. ചിലപ്പോൾ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, സാറിന് ശിഷ്യന്മാരും എല്ലാവരും ഉണ്ടോ? ഞാൻ പറയാറുണ്ട്, 42 സീനിയർ ശിഷ്യന്മാരും 485 ജൂനിയർ ശിഷ്യന്മാരും ഉണ്ട്. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറയുന്നത്? 42 പെൻഡ്രൈവ് 16 GB ഉണ്ട്, 483 CD-യും VCD-യും ഉണ്ട്. അത് എന്നെ ചതിക്കില്ല, അതിനടയ്ക്ക് വേറെ വല്ലവരും ചേർത്തിട്ടില്ലെങ്കിൽ അത് എൻ്റെ ശിഷ്യന്മാരായിട്ട് ലോകത്തിൽ നിലനിൽക്കും. യൂട്യൂബ് ഉള്ളയിടത്തോളം കാലം എൻ്റെ ശബ്ദവും അതിൽ നിലനിൽക്കും, ഫേസ് പേജിൽ നിലനിൽക്കും. അത് നിങ്ങളും ഉപയോഗിക്കണം, എൻ്റേതല്ല, നിങ്ങളുടേതാണ്. ഒരു വലിയ സംഘടന ഉണ്ടാക്കിയിട്ട് പ്രസ്ഥാനമുണ്ടാക്കി മുമ്പോട്ട് പോകുന്നതിനേക്കാളും എളുപ്പം 1.5 മണിക്കൂർ ഫേസ് പേജിലോ യൂട്യൂബിലോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ടുള്ള വാട്സപ്പിലോ ധന്യമായിട്ട് പ്രവർത്തിക്കാം. ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും, എടുക്കാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ എടുക്കാൻ സാധിക്കും. അങ്ങനെ ധന്യമായ ജീവിതം നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന ഇരിക്കുന്നല്ലോ. അബ്ദുള്ള എന്ന സിനിമയില് മോഹൻലാലും നെടുമുടി വേണുവും ഒരു മലയുടെ മുകളിൽ നിൽക്കുന്നൊരു സീനുണ്ട്. മോഹൻലാൽ വിചാരിച്ചാൽ 1 സെക്കൻഡ് കൊണ്ട് നെടുമുടി വേണുവിനെ തട്ടിയിടാം. ആ സമയത്ത് തിയേറ്ററിനകത്തുള്ളവർ ആ സീൻ കാണുന്ന മാതിരിയാണ് ഇത്രയും നേരം നിങ്ങൾ ഈ ക്ലാസ്സിലിരുന്നത്. സന്തോഷമുണ്ട്, ധന്യമായ എന്നും 6 കാര്യം ഓർമ്മിക്കുക, 5 കാര്യം ഓർമ്മിക്കുക. അത് ഞാനൊരു മന്ത്രരൂപത്തിൽ പറയാം. വേണമെന്നുള്ളത് ഏറ്റുപാടാം, പറയാം, അതൊക്കെ പറയാം. ഞാൻ എല്ലാ ക്ലാസ് എടുക്കുമ്പോഴും ഈ മന്ത്രം പറയാറുണ്ട്. ദേവതാഭ്യ, വേണമെങ്കിൽ പറയാം, ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന മഹാ തേജസ്സേ, നിന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഈ ഭൂമിയിൽ വന്ന് ജീവിതം ആസ്വദിക്കാൻ എനിക്ക്, ഞങ്ങൾക്ക് അവസരം നൽകിയ മാതാപിതാക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളായ പിതൃക്കളെ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട്